وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. فعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال: والذي نفس محمد بيده لن تموت نفس قبل أن تستكمل رزقها فاتقوا الله وأجملوا في الطلب ولا يحملنكم استبطاء الرزق على أن تطلبوهم في غير طاعة الله فما عند الله لا يؤخذ إلا بطاعته رفعت الأقلام وجفت الصحف. رواه الطبراني وصححه الإمام الألباني رحمه الله. ഈ ഹദീസ് വളരെ വിശദമായ ഹദീസാണ്. അതിലുള്ളൊരു വളരെ പ്രസക്തമായൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് ആണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സഹാബിമാരിൽപ്പെട്ട പണ്ഡിതനായിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിമാരിൽ ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 13 വയസ്സ് മാത്രമാണ് പ്രായം. എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളമായ ഹദീസുകൾ മറ്റു മുതിർന്ന സഹാബികൾ റിവായത്ത് ചെയ്തിട്ടില്ലാത്തതുപോലും അദ്ദേഹം റിവായത്ത് ചെയ്യാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. നമുക്കറിയാം, നമുക്ക് സത്യം ചെയ്യാൻ കഴിയുന്നത് എന്തിൽ മാത്രമാണ്? അള്ളാഹുവിലും അള്ളാഹുവിന്റെ സിഫാത്തുകളിലും മാത്രമാണ്. എന്നാൽ മറ്റ് ഉപ്പയാണ് സത്യം, അല്ലെങ്കിൽ കഅബ ആണ് സത്യം, ഇങ്ങനെയൊന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ കുഫ്ർ ചെയ്തു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു. വളരെ ഗൗരവമുള്ളതാണ് ഈ വിഷയം. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. മുസ്ഹഫ് കൊണ്ട്, ഒരു മുസ്ഹഫ് വെച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ഹഫാണ് സത്യം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം എന്താണ്? മുസ്ഹഫ് ഒരിക്കലും എന്തല്ല, അള്ളാഹുവിന്റെ സിഫത്തല്ല. അത് കുറച്ച് പേജുകളും മഷിയും അതുപോലെ തന്നെ ഒരു ചട്ടക്ക്, 2 ചട്ടകൾക്കകത്താണുള്ളത്. എന്നാൽ ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാം, കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലൻ തമൂത നഫ്സുൻ ഖബ്ല അൻ തസ്തക്മില റിസ്ഖഹ ഫത്തഖുല്ലാഹ വഅജ്മിലു ഫിത്തലബ്. ഒരു ആത്മാവും മരിച്ചു പോവുകയില്ല. അതിന് അള്ളാഹു, ആ നഫ്സിന് അള്ളാഹു കരുതിയിട്ടുള്ള, വിധിച്ചിട്ടുള്ള റിസ്ക് അതിന് ലഭിക്കാതെ ഒരു മനുഷ്യനും, ഒരു നഫ്സും എന്ത് ചെയ്യില്ല? മരിച്ചു പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. വഅജ്മിലു ഫിത്തലബ്. നിങ്ങൾ റിസ്ക് തേടുന്ന കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുക. വലാ യഹ്മിലന്നകും ഇസ്തിബ്താഉ റിസ്ക് അലാ അൻ തത്ലുബൂഹു ഫീ ഗൈരി തഅത്തില്ലാഹ്. റിസ്ക് വേഗത്തിൽ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ അള്ളാഹു നമുക്ക് അനുവദിച്ച മാർഗത്തിലല്ലാതെ അത് തേടുന്നതിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. നമുക്ക് അള്ളാഹു നമ്മുടെ ആയുസ് കണക്കാക്കിയതുപോലെ തന്നെ നമുക്ക് റിസ്കും കണക്കാക്കിയിട്ടുണ്ട്. മരണം വരെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു റിസ്ക് തരും. അത് അള്ളാഹു അവന്റെ മേൽ വാജിബാക്കിയ കാര്യമാണ്, നമുക്കറിയാവുന്നതാണത്.
ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഭൂമിയിൽ ഏതൊരു ജീവിയുണ്ടോ അതിന്റെ റിസ്ക് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് അത് തേടുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങളത് നല്ല രൂപത്തിലാണ് അത് അന്വേഷിക്കേണ്ടത്. അതിന് അള്ളാഹു ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഏറ്റവും വലിയ ഹമ്മായിട്ട്, ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ദുനിയാവിൽ ഒരാൾ എടുക്കാൻ പാടില്ല. മറിച്ച് ലക്ഷ്യം എന്തായിരിക്കണം? ആഖിറമായിരിക്കണം. ആഖിറത്തിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. മറിച്ച് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ സബബുകൾ ചെയ്യുക. സബബുകളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സ് കൊടുക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് റിസ്ക് എന്ത് ചെയ്യും? നമ്മുടെ കൈകളിൽ തരും. അപ്പോൾ അള്ളാഹു അനുവദിച്ച മാർഗത്തിലല്ലാതെ നിങ്ങളുടെ റിസ്ക് തേടരുത്. ഇന്ന് ആളുകൾ എന്താ ചെയ്യുന്നത്? അവരുടെ ഭൗതികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാം എല്ലാം നന്നാക്കി തീർക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹു ഹറാമാക്കിയ വഴികളിലൂടെ, പലിശയിലൂടെയും അതുപോലെ തന്നെ മറ്റ് കളവുകളിലൂടെയും മറ്റെല്ലാ വഴികളിലൂടെയും കച്ചവടവും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അതിലൂടെ സമ്പത്ത് ഹറാമായി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ എന്ത് ചെയ്യില്ല? നമ്മുടെ എല്ലാ കാര്യങ്ങളിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുകയാണ്, അല്ലേ? അത് നഷ്ടപ്പെട്ടതോടുകൂടി പിന്നെന്തായി കഴിഞ്ഞു? നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. കാരണം ഹറാം കഴിച്ച ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമാണ് നമ്മൾ നേടിയിരിക്കാൻ കഴിയുള്ളൂ. റൂഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, ഏട്ടുകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ആ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഒന്നും തന്നെ മാറ്റത്തിരുത്തലുകൾ വരികയില്ല. നമുക്ക് രേഖപ്പെടുത്തിയത് നമുക്ക് ലഭിക്കും. അപ്പോൾ അള്ളാഹു അനുവദിച്ച ഹറാമാക്കിയ മാർഗത്തിലൂടെ ഒരാൾ തേടുകയാണെങ്കിൽ അയാൾക്ക് കൂടുതലൊന്നും ലഭിക്കുകയില്ല. മറിച്ച് അയാൾക്ക് അതിന്റെ പേരിൽ ശിക്ഷ മാത്രമാണ് ലഭിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താണ്? അന്നമാ ഇൻദല്ലാഹി ലാ യുനാലു ഇല്ലാ ബിതാഅതിഹി. അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് താഅത്ത് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ലഭിക്കുകയുള്ളൂ. വേറെ ചില റിവായത്തുകൾ വന്നു, ലാ യുനാലു മാ ഇൻദല്ലാഹി ലാ യുനാലു ബിമഅസിയതിഹി. അല്ലാഹുവെ ധിക്കരിക്കുന്ന വഴിയിൽ തിന്മ ചെയ്യുന്നതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു കാര്യം ലഭിക്കുകയില്ല. ഈ ഹദീസ് ഈ പശ്ചാത്തലത്തിൽ റിസ്കിനെ കുറിച്ചാണ് പറയുന്നത്. റിസ്ക് ഹറാമായ വഴികളിലൂടെ നമ്മൾ തേടിയാൽ അത് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ പണ്ഡിതന്മാര് പറയാറുള്ളത് എന്താണ്? ഒരു ഹദീസാണെങ്കിലും ആയത്താണെങ്കിലും അതിന്റെ അത് നമ്മൾ ആ ഒരു പ്രത്യേകമായ അതിന്റെ സബബിൽ മാത്രമല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്, മറിച്ച് അത് പൊതുവായി തന്നെ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖുർആനും ഹദീസ് എല്ലാം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏതൊരു കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇൻ. ഏതൊരു കാര്യമുണ്ടോ അതിന്റെ എല്ലാം ഖജനാവ് അള്ളാഹുവിന്റെ കൈകളിലാണ്. അത് സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ പേരും പെരുമയാണെങ്കിലും എന്താകട്ടെ അതെല്ലാം തന്നെ ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റലാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ കൈകളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമുക്ക് തന്നെ സ്വയം എടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹു കനിഞ്ഞരുളി തരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞ വഴികളിലൂടെ, ഹലാലായ മാർഗങ്ങളിലൂടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ശറഅാക്കിയ വഴികളിലൂടെ, ഞാൻ കുറച്ചുകൂടെ ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഏതൊരു ഭാഗമാണെങ്കിൽ നമ്മുടെ റിസ്ക് തേടുന്ന മാർഗം നമ്മൾ പറഞ്ഞു.
അത് ഹലാലായ വഴികളിലൂടെ മാത്രമായിരിക്കണം. അള്ളാഹു വെച്ചുള്ള അതിർപറമ്പുകൾ നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നുള്ള വലിയ പരീക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് മുസ്ലിമീങ്ങളോട് അനീതി കാണിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ വർഗീയത കാണിക്കുന്നതായിട്ടും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ കുറെ ആളുകൾ എന്താണ് കൊടിയും പിടിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങി പ്രകടനം നയിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുക അള്ളാഹു എന്താണ് എഴുതിയിട്ടുള്ള അതുപോലെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇസ്സത്തൊന്നും എന്ത് ചെയ്യില്ല, ലഭിക്കുകയില്ല. മറിച്ച് അത് ലഭിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇസ്സത്ത്? അള്ളാഹു പറഞ്ഞിട്ട് വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാര്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഖുലഫാക്കളെല്ലാം തന്നെ അവരെ എത്രയായിരുന്നു അവിശ്വാസികൾ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഉമർ എന്ന് കേട്ടാൽ എന്ത് ചെയ്യുമായിരുന്നു? കിസ്റയും കൈസറും ഹെറക്കലും എല്ലാം തന്നെ ഞെട്ടുമായിരുന്നു അല്ലേ? അതെല്ലാം പോയി പോകാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കത് തിരിച്ചു ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങലാണ്. നമ്മുടെ എല്ലാ മേഖലകളും നമ്മൾ എന്ത് ചെയ്യലാണ്? നമ്മൾ തിരുത്തുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ തബായഅതും ബിൽ ഐന വഅഖദ്തും അസ്നാബൽ ബഖർ വറദീതും ബിസ്സറ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല. നിങ്ങൾ ഈ പലിശ കച്ചവടങ്ങൾ നടത്തിയാൽ, അതുപോലെ തന്നെ പശുക്കളുടെ വാലുകൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ, അഥവാ ദുനിയാവിന്റെ പുറകെ നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, അത് റംസായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വറദീതും ബിസ്സറ, കൃഷിയിൽ നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, അതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ, വതറക്തുമുൽ ജിഹാദ്, ജിഹാദ് നിങ്ങൾ വെടിഞ്ഞു കഴിഞ്ഞാൽ, ജിഹാദ് പോലുള്ള ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ശിആറുകൾ നിങ്ങൾ വെടിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ആ നിന്ദ്യത അള്ളാഹു എടുത്തുകളി എപ്പോഴാണ്? നിങ്ങൾ ദീനിലേക്ക് തന്നെ മടങ്ങി പോകുമ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോ മുസ്ലിമീങ്ങൾക്ക് വന്ന ഈ നിന്ദ്യത നമുക്ക് നീക്കണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്യണ്ട. വേറെ ഒന്നും തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ വിശ്വാസം ക്രമീകരിക്കുക. ഇവിടെ നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് വിദ്യാഭ്യാസമില്ലായ്മയോ സാമ്പത്തികമായിട്ടുള്ള കുറവോ ഒന്നും തന്നെയല്ല. മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിലെല്ലാം മുൻപന്തിയിലാണ്. മറിച്ച് മുസ്ലിമീങ്ങളുള്ള പ്രശ്നം എന്താണ്? അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുപോയി. അവർക്കിടയിൽ ഷിർക്കുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും കൊടുകുത്തി വാഴുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിൽ അകന്നുപോയി. ജമാഅത്തുകളിൽ നിന്ന് യുവത്വം പിന്തി നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാവിധ ഹറാമുകളുടെ പുറകിൽ പോയി എന്നുള്ളതാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഇസ്സത്ത് പോകാനുള്ള കാരണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഇതെല്ലാമാണ് ചെയ്തത് മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് പോകാനുള്ള കാരണം. അപ്പൊ ഈ തരത്തിൽ വിശ്വാസപരമായിട്ട് ഒരു വിപുലീകരണം ഉണ്ടായി കഴിഞ്ഞാൽ, അതിൽ ഒരു തസ്ഫിയത്ത് നടത്തി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ കൈകളിൽ ആ ഇസ്സത്ത് തിരിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു നൂറിലെ ആയത്തിൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ ഈ ഭൂമിയിൽ ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ്, ഈ ഭൂമിയിൽ അള്ളാഹു നിങ്ങളെ അധികാരികളാക്കും. എന്ത് ചെയ്താല്? നിങ്ങൾ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഈമാനും സാലിഹായ അമലുകളും ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ആയത്ത് ഈ ഹദീസിന് അതേ മാനയാണ്. നമുക്ക് ഭൂമിയിൽ അധികാരം ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഭൂമിയിൽ, അതുപോലെ തന്നെ വലാ യുബദ്ദിലന്നകും മിൻ ബഅദി ഖൗഫികും അംന, നിങ്ങളുടെ ഭയത്തിന് ശേഷം നിർഭയത്വം
പേടിയില്ലാത്ത സുഗമമായി ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകും. അതുപോലെ തന്നെ വല യുമക്കിനന്ന ലക്കും ദീനക്കും, വല യുമക്കിനന്ന ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ അള്ളാഹു തംകീന് നൽകും, നിങ്ങൾക്ക് സ്ഥിരത നൽകും. ഇതെല്ലാം ലഭിക്കുന്ന എപ്പോഴാണ്? ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്താണ് വിമലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, തസ്ഫിയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർ വിശ്വാസത്തിൽ എന്താണോ അള്ളാഹും റസൂലും പഠിപ്പിച്ചത്, എന്താണ് നമ്മുടെ സഹാബിമാരെ വിശ്വസിച്ചത്, ആ വിശ്വാസത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിലും സുലൂക്കുകളുടെ കാര്യത്തിലും എല്ലാത്തിലും മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ലഭിക്കും. വേറെ നമ്മളൊന്നും പ്ലാൻ ചെയ്യണ്ട. വേറെ നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റുകാർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർക്ക് അധികാരം ലഭിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും എല്ലാം തന്നെ അവർ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ന എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ കഴിയും. എല്ലാം അവരുടെ ഭാഗത്ത് നിന്നാണ് അവരുടെ പ്ലാനിങ്ങുകൾ. അതുപോലെ തന്നെ നസ്രാനികൾ അവരുടെ ദഅവത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ പുതിയ വഴികളിലൂടെ മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള, ആളുകൾക്ക് ഇണക്കമുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവർ ചെയ്യുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്നതിനാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരങ്ങൾ ലഭിക്കാനും ആളുകളുടെ മനസ്സ് കവരാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ മുസ്ലിമീങ്ങൾ അവർ ചെയ്യുന്നതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും അഫ്ദലായ ഒരു എല്ലാത്തിനും പാകപ്പെട്ട ഒരു ദീൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദീന് മുറുകെ പിടിച്ചാൽ അള്ളാഹു നമുക്ക് കൈകളിലേക്ക് എന്ത് ചെയ്ത് തരും? എല്ലാം നമുക്ക് തരും. കളഞ്ഞുപോയ ഇസ്സത്ത് നമുക്ക് തരും. മറ്റ് ഒരു വഴികളുമില്ല. ഉദാഹരണമായിട്ട് ഈ ഭരണാധികാരികൾക്കെതിരെയുള്ള വിപ്ലവങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടില് നമുക്കറിയാം, ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ആ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ മറ്റു പല ഗവൺമെന്റുകൾക്കെതിരിലും പല നാടുകളിലും വിപ്ലവങ്ങൾ ഉണ്ടായി. അതൊന്നും തന്നെ ഇസ്ലാമികപരമായ രീതികളല്ല. മറിച്ച് ഇസ്ലാമിന്റെ രീതി ഭരണാധികാരി മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരിൽ ഭാഗത്ത് നിന്ന് അവർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അക്രമങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ക്ഷമിക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അസ്ബറു ഹത്താ തൽഖൗനി അൽ ഹൗദ്. ഇതാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നുള്ള അക്രമങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കല് പരാതിപ്പെട്ട സമയത്ത് അവർ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇസ്മഉ വഅതിഉ, കേൾക്കുകയും അനുസരിക്കുകയും വേണം. അതുപോലെ തന്നെ അലൈക ബിസ്സംഇ വത്താഅ ഫി മൻഷതിക വമക്റഹിക വഉസ്രിക വയുസ്രിക വഅസറത്തിൻ അലൈക. നിനക്ക് എളുപ്പമുള്ള കാര്യത്തിൽ, പ്രയാസമുള്ള കാര്യത്തിലും, ഉന്മേഷമുള്ള പ്രയാസമുള്ള കാര്യത്തിലും എല്ലാം, നിന്റെ കാര്യത്തിൽ നിന്നേക്കാളും മറ്റുള്ളവരെ മുന്തിച്ചാലും എല്ലാം നീ എന്ത് ചെയ്യണം? ഭരണാധികാരി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എന്നാൽ ഈ തരത്തിലുള്ള മുദാഹറാത്തുകളെല്ലാം തന്നെ തീർച്ചയായിട്ടും അത് മുസ്തൗരിദാണ്, ഇസ്ലാമിന് അന്യമായ രീതികളാണ്. അത് മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെയും അതുപോലുള്ള വിപ്ലവകന്മാരുടെയും അവരുടെ സെക്കുലറിസ്റ്റുകളുടെ രീതിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. എന്നാൽ ഇസ്ലാമിന്റെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഖിലാഫത്തുകളാണെങ്കിലും നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഇസ്സത്താണെങ്കിലും അതുപോലെ തന്നെ ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിപ്പോവുക. അള്ളാഹും റസൂലും എങ്ങനെയാണ് നമ്മളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞത് അതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം തിരിച്ചു കിട്ടുന്നതാണ്. ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിലേക്ക് പോയ സമയത്ത്, ഷാമില് അദ്ദേഹത്തിന്റെ കാലത്ത് അമീറായിരുന്നത് ആരാണ്? നമുക്കറിയാം, ആമിർ ബിൻ ജറാഹ്, അബൂ ഉബൈദ, അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പോയി.
അപ്പോ ഉമർ വരുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ ഒരു അറബി എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി ഒട്ടകത്തിന്റെ മോഖയാറ് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 ചെരുപ്പുകളും അഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ കക്ഷത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അബൂ ഉബൈദ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ചെയ്താൽ ഈ നാട്ടിൽ ആരും തന്നെ താങ്കൾ എന്ത് ചെയ്യുകയില്ല, ആദരിക്കൂല. ആ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. നമുക്കറിയാം ഷാം ഇന്നും അന്നും ഒക്കെ എന്താണ്, ക്രിസ്ത്യാനികളുടെ നാടുകളാണ് ഷാം. അപ്പൊ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അഥവാ അവിശ്വാസികൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്യില്ല, ആദരിക്കുകയില്ല. ഒരു ഭരണാധികാരി മുസ്ലിമീങ്ങളുടെ എന്താണ്, ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ നേതാവാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇന്ന കുന്ന അദല്ല ഖൗമിൻ ഖബ്ല ഇസ്ലാം. നമ്മൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും നിന്ദ്യരായ ആളുകളായിരുന്നു. ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമിലൂടെയാണ്. فمهما ابتغينا العزة بغير ما أعزنا الله أذلنا الله. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയ വഴിയിലൂടെ അല്ലാതെ നമ്മൾ പ്രതാപവും ഇസ്സത്തും തേടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ നിന്ദിക്കുമെന്നാണ്. അള്ളാഹു നമ്മെ നിന്ദിച്ച അതുകൊണ്ടല്ലേ. ഉദാഹരണമായിട്ട് ഉസ്മാനി ഖിലാഫത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആളുകൾ പാശ്ചാത്യ അവിടെയുള്ള ഭരണാധികാരികളും കൂടെയുള്ള ആളുകളും പാശ്ചാത്യരെ എല്ലാ തരത്തിലും അനുകരിക്കുകയും അവരുടെ വസ്ത്രധാരണത്തിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാം അനുകരിച്ചു. എത്രത്തോളം നമ്മുടെ ബാങ്കും അതുപോലെ തന്നെ നമസ്കാരവും എല്ലാം അതിലെ അൽക്കാറുകളെല്ലാം അവരുടെ ഭാഷയിലൊക്കെ അവർ മാറ്റുകയുണ്ടായി. ഈ തരത്തിലാണ് നഷ്ടപ്പെട്ടത്. മറ്റേത് നാടുകളിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടത് നോക്കിയാൽ കാണാൻ കഴിയും. ഒരിക്കലും സൈനികപരമായിട്ടുള്ള ദൗർബല്യം കൊണ്ടോ സാമ്പത്തികമായ കുറവ് കൊണ്ടോ ഒന്നും തന്നെയല്ല. അള്ളാഹുവിന്റെ ദീനിൽ അകന്നു പോകുന്ന സമയത്ത് അള്ളാഹു ആ അധികാരം എടുത്തു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്കാണ് നീ എന്ത് ചെയ്യുന്നത്, അധികാരം നൽകുന്നത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് നീ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇതാണ് കാര്യം. അള്ളാഹുവിന്റെ കൈകളിലാണ് ഇതിന്റെ എല്ലാം ഖസാനകളുള്ളത്. അപ്പൊ അവർ നമുക്ക് നിർദ്ദേശിച്ച വഴികളിലൂടെ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താക്കേണ്ടത്, ഒരു ജീവിതത്തിൽ ഒരു മാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഈ ജൂതന്മാരുടെയൊക്കെ തത്വമാണത് അൽ ഗായതു തുബർരിൽ വസീല. ലക്ഷ്യം നല്ല ലക്ഷ്യമായി കഴിഞ്ഞാൽ മതി. അതിന് നമ്മൾ അവലംബിക്കുന്ന എന്ത് രീതിയാണെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ദഅവത്തുകൾ അത് തീർത്തും എന്തായിരിക്കണം, റസൂൽ പഠിപ്പിച്ചതായിരിക്കണം. അതല്ലാതെ നസ്രാനികളിലുള്ള മിഷണറിമാരെ അവരെങ്ങനെയാണ് ദഅവത്ത് നടത്തുന്നത് അതുപോലെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ പറ്റില്ല. അങ്ങനെ അവര് വളരെ ഫലപ്രദമായ ദഅവത്തിന്റെ രീതികളൊക്കെ അവർക്കുണ്ടാകാം, മറ്റു പല കക്ഷികൾക്കുണ്ടാകാം. പക്ഷെ നമുക്കതൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സദഖത്തു മിൻ ഗലൂൽ. പിടിച്ചു പറിച്ചിട്ടുള്ള ഒരു സദഖ, പിടിച്ചു പറിച്ചിട്ട് അത് ഒരാൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും സ്വീകരിക്കൂല. അതുപോലെ തന്നെ ഇനിയും ആ ഹദീസ് വിശദമായിട്ടുണ്ട്. അപ്പൊ സദഖ സ്വീകരിക്കണമെങ്കിൽ ആ സമ്പത്ത് എന്തായിരിക്കണം, ഹലാലായ വഴികളിലൂടെ എടുത്തായിരിക്കണം. അല്ലാതെ ഒരാൾക്ക് നല്ല പുണ്യം വേണം. അപ്പൊ അയാൾ സദഖ ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ മാർഗം? അവിടുന്ന് നിന്ന് കെട്ടിട്ടും വ്യഭിചരിച്ചിട്ടും ഒക്കെ. ഒരു കവിത ഉണ്ട്, ഒരു സ്ത്രീ യതീമുകൾക്ക് ഇത് കൊടുക്കാണ്, യതീമുകൾക്ക് സദഖ കൊടുക്കാണ്. എങ്ങനെ? അവളുടെ ഫർജ് കൊണ്ട് സമ്പാദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സിന ചെയ്തുകൊണ്ട്. നിനക്ക് നാശം, നീ ചെലവഴിക്കുക വേണ്ട, നീ സിന ചെയ്യുക വേണ്ട. അപ്പൊ ആ വഴി ഇസ്ലാമിൻ്റെതല്ല, അത് ജൂതന്മാരുടെ വഴിയാണ്.
വഇലാഹുന വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹ്.